ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളുടെ ഇത് ബാംഗ്ലൂർ ഡേയ്സ് 2 ഡേ 2 ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ട്രിവാൻഡ്രം സെൻട്രലിൽ നിന്ന് കയറി യശ്വന്ത്പൂരിലാണ് ലാൻഡ് ചെയ്തത്. പിറ്റേന്ന് അതായത് ഫ്രൈഡേ നൈറ്റ് ട്രെയിൻ കയറി. സാറ്റർഡേ മോർണിംഗ് ഒരു 9:30 ഒക്കെ ആയപ്പോഴേക്കും സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് ലഗേജൊക്കെ തൂക്കിക്കൊണ്ട് ഞങ്ങൾ പിന്നെ മെട്രോ കയറാനുള്ള പുറപ്പാടിലാണ്. സോ ഇവിടെ റെയിൽവേ സ്റ്റേഷൻ അറ്റാച്ച്ഡ് ആയിട്ട് തന്നെ മെട്രോ ഉണ്ട്, അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ ലഗേജ് ക്യാരി ചെയ്യുന്നതിൽ കുറച്ച് പ്രശ്നമുണ്ടായിരുന്നു. അതായത് നമ്മൾ ആ ഒരു ട്രോളി ബാഗ് നമ്മളിങ്ങനെ പൊക്കിക്കൊണ്ട് പോകണമല്ലോ, അത് കുറച്ച് സീനായിരുന്നു. അത്യാവശ്യം നല്ല സ്റ്റെപ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ഈ റെയിൽവേ സ്റ്റേഷനിൽ. സോ ഈ സ്റ്റെപ്സ് ഫുള്ള് ഇതിങ്ങനെ ക്യാരി ചെയ്തുകൊണ്ട് പോകാമെന്ന് പറയുന്നത് കുറച്ച് ചെറിയൊരു ടാസ്ക്കായിരുന്നു. ബട്ട് കുഴപ്പമില്ല, ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തു. അതിനുശേഷം ഞങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഒരാൾ ബാംഗ്ലൂർ തന്നെ ഉള്ള ആളാണ്. സോ ആളെ വെയിറ്റ് ചെയ്ത് ഞങ്ങൾ. അതിനുശേഷം ഈ അറ്റാച്ച്ഡ് ആയിട്ടുള്ള മെട്രോ സ്റ്റേഷനിൽ ഞങ്ങൾ വന്നു. അവിടുന്ന് പിന്നെ ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തേക്ക് ഉള്ള മെട്രോ പിടിക്കാൻ പോവാണ്. സോ കുറച്ച് നേരം നിൽക്കേണ്ടി വന്നുള്ളൂ കേട്ടോ. അപ്പോഴേക്കും മെട്രോ വന്നിട്ടുണ്ടായിരുന്നു. ട്രെയിനിൽ നിന്നൊക്കെ ഇറങ്ങി ആകെ കോലം കെട്ട് ഒരവസ്ഥയായിട്ടുണ്ട്. ആകെ തളർന്ന് ക്ഷീണിച്ചു കേട്ടോ. ഇത്രയും നേരം ഇരിക്കുകയും ഒക്കെ ചെയ്ത് ആകെ വല്ലാണ്ടായി. അപ്പോഴത്തേക്ക് ഞങ്ങൾ മെട്രോയൊക്കെ വന്നു. ഞങ്ങൾ മെട്രോയിൽ കയറി. ഞങ്ങൾ കൂടുതലും യൂസ് ചെയ്ത പർപ്പിൾ ലൈൻ ആയിരുന്നു. ഗ്രീൻ ലൈൻ, പർപ്പിൾ ലൈൻ, അങ്ങനെ 2 ലൈൻസ് ഉണ്ടല്ലോ അവിടെ. അപ്പോൾ ഞങ്ങൾ കൂടുതലും യൂസ് ചെയ്ത് പർപ്പിൾ ലൈൻ ആയിരുന്നു എവിടെ പോകാനായാലും. അങ്ങനെ പിന്നെ മെട്രോയിൽ ഞങ്ങൾ ഇറങ്ങിയിട്ട് പിന്നെ അവിടുന്ന് ഒരു ടാക്സി പിടിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ ഈ റൂമിലോട്ട് പോയത്. അതായത് ഇവിടുന്ന് ഏകദേശം ഒരു 100 to 200 മീറ്ററേ ഉണ്ടായിരുന്നുള്ളൂ. ഐ മീൻ ഞങ്ങൾ നടന്ന് പോകാമെന്ന് വിചാരിച്ചിരുന്നതായിരുന്നു. പക്ഷേ പിന്നെ തിരക്കും ചൂടും വെയിലും ഒക്കെ കൊണ്ടിട്ട് പിന്നെ ഞങ്ങളൊരു ടാക്സി പിടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ മെട്രോയിൽ നിന്ന് ഇറങ്ങി ഒരു റോഡ് സൈഡിൽ ഇറങ്ങിയിട്ട് ഞങ്ങൾ ടാക്സിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. വെയിലുണ്ടെങ്കിലും അത്രയ്ക്ക് ചൂടില്ല. ഐ മീൻ നമുക്ക് സഹിക്കാൻ പറ്റുന്ന വെയിലാണ് കേട്ടോ. ഭയങ്കര ചൂടുണ്ടായിരുന്നില്ല. പിന്നെ അവിടുത്തെ കാറ്റെന്ന് പറഞ്ഞാൽ നല്ല തണുത്ത നല്ല കാറ്റാണ്. സോ കാറ്റ് കൊണ്ടുകൊണ്ട് വെറുതെ ഇരിക്കാനായാലും നല്ല സുഖമാണ്. സോ ഞങ്ങളങ്ങനെ ഊബർ ബുക്ക് ചെയ്തു. പക്ഷേ ആക്ച്വലി അവൾ പറഞ്ഞത് 200 മീറ്റർ അത്രേ ഉണ്ടാവുള്ളൂ എന്നാണ്. പക്ഷേ ഞങ്ങളിങ്ങനെ ഊബറിൽ പോയപ്പോൾ അത്യാവശ്യം കുറച്ച് സമയം എടുത്തു. അതായത് ഒരു 5 മിനിറ്റ്സ് എടുത്തു. ചിലപ്പം ഊട് വഴി കൂടെ പോയാൽ എളുപ്പമായിരിക്കും. പിന്നെ ലഗേജും ക്യാരി ചെയ്തുകൊണ്ട് പോകാമെന്ന് പറയുന്നത് അത്രയ്ക്ക് സുഖമല്ല. ഓക്കെ, അങ്ങനെ ഞങ്ങൾ വന്നപ്പോഴേ കേരള റെസ്റ്റോറൻറ്റ് എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നു. ഇതിന് എവിടെ പോയാലും അത് കാണുമല്ലോ, മലയാളം കാണുമല്ലോ, മലയാളീസ് കാണുന്ന പോലെ. അങ്ങനെ പിന്നെ ഞങ്ങൾ ഈ ഹോട്ടലിൽ 6 റൂംസിലാണ് ഞങ്ങൾ സ്റ്റേ ചെയ്തത്. ഒരു സിംഗിൾ റൂമിലാണ് 2 ബെഡ്സ് ഉണ്ടായിരുന്നു. അങ്ങനെയാണ്. പിന്നെ ഞങ്ങൾ വന്നു, പെട്ടെന്ന് ഫ്രഷൊക്കെ ആയി. പിന്നെ ഞങ്ങൾ അടുത്ത് പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. ഏകദേശം ഇപ്പോഴായപ്പോഴത്തേക്കും ഒരു 11:30-12 ആയിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും വേണ്ട, ഡയറക്റ്റ് ലഞ്ചിന് പോവാം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ എല്ലാവരും റെഡിയായി വന്നപ്പോഴേക്കും ഒരു 12:30 ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ബാംഗ്ലൂർ പോയപ്പോൾ മിസ് ചെയ്ത 2 കാര്യങ്ങളാണ്. ഒന്ന് ക്യാപ്പും ഒന്ന് ഗ്ലാസും. 2 ഞാൻ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ പ്രാവശ്യം ഞാൻ സൂക്ഷിച്ചെടുത്ത് വെച്ചു. ഇത് 2ഉം മറക്കാതെ തന്നെ ഞാൻ എടുത്തു വെച്ചു. കഴിഞ്ഞ പ്രാവശ്യം വെയിലും ഞങ്ങൾ പോയ ടൈമിൽ നല്ല ചൂടും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഈ പ്രാവശ്യം ഞാനത് മാൻഡേറ്ററി ആയിട്ട് ആദ്യമേ ഞാൻ ബാഗ് പാക്ക് ചെയ്തപ്പോൾ എടുത്ത് വെച്ച 2 സാധനങ്ങളായിരുന്നു, ക്യാപ്പും പിന്നെ ഈ ഗ്ലാസും. പിന്നീട് ഈ ക്യാപ്പിൻ്റെ കേസ് ഞാൻ വേറെ ഒരു ഹോൾ ക്യാപ്പാണ് കേട്ടോ എടുത്ത് വെച്ചത്. അത് പിന്നെ എനിക്ക് അങ്ങോട്ട് രസം തോന്നിയില്ല, അതുകൊണ്ട് ഞാൻ മാറ്റിയിട്ട് പിന്നെ ഇത് മേടിച്ചത്. പിന്നെ ഞങ്ങൾ വന്നത് ഫുഡ് കഴിക്കാൻ മേഘ്ന ഫുഡിലാണ്. ഒരുപാട് റിവ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് പേര്
കുറേ വീഡിയോസിൽ പറയുന്നുണ്ടായിരുന്നു. സോ അതുകൊണ്ടാണ് ഞങ്ങൾ മേഘ്ന ഫുഡ്സിൽ വന്നു. ഒരുപാട് ഫുഡ് ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചു ഇവിടെ ബിരിയാണി മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരുപാട് വെറൈറ്റി ഓഫ് ഫുഡ് ഐറ്റംസ് ഉണ്ട്. മേഘ്ന സ്പെഷ്യൽ ബിരിയാണി, പിന്നെ ബോൺലെസ് ബിരിയാണി, അത് രണ്ടുമാണ് ഞങ്ങൾ ആക്ച്വലി ഓർഡർ ചെയ്തത്. സോ വെയിറ്റിംഗ് ടൈം കുറച്ച് നേരം ഉണ്ടായിരുന്നു. അത് 5 to 10 minutes ഞങ്ങൾ വെയിറ്റ് ചെയ്തു. നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് ഞങ്ങൾക്ക് ഫുഡൊക്കെ വന്നു. അപ്പോൾ ഞങ്ങൾ സ്റ്റാർട്ടറായിട്ട് ചിക്കൻ 65 ആണ് പറഞ്ഞത്. പിന്നെ 2 ബിരിയാണി, 4 പേർക്കായിട്ട് 2 ബിരിയാണി, അത് തന്നെ മതിയായിരുന്നു. എല്ലാം നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ചിക്കൻ 65 ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ മേഘ്ന സ്പെഷ്യൽ ബിരിയാണിയിൽ കുറച്ചധികം സ്പൈസിയാണ്. ഞാൻ സ്പൈസി കഴിക്കുമെന്നൊക്കെ പറഞ്ഞ് വീരവാദമൊക്കെ അടിച്ചിട്ട് പോയതാണ്. ബട്ട് എനിക്കറിയില്ല, എന്തോ ട്രാവൽ ചെയ്തുകൊണ്ടാണോ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് എരിവ് പറ്റിയില്ല. ഞാൻ കരിയായിരുന്നു ടോട്ടലി. അത് കഴിഞ്ഞ് പിന്നെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഇറങ്ങി. വീണ്ടും ഞങ്ങളൊരു മെട്രോ യാത്രയ്ക്ക് തയ്യാറെടുക്കുകയാണ്. നെക്സ്റ്റ് ഞങ്ങൾ പോകാനായിട്ട് പ്ലാൻ ചെയ്തത് കുറച്ച് ഷോപ്പിംഗ് ചെയ്യാനായിട്ട് ചിക്പേട്ടിൽ പോകാനായിട്ടാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. സോ ബട്ട് ഞങ്ങളിങ്ങനെ ഇരുന്നിട്ട് ഇറങ്ങിയപ്പോൾ സ്റ്റേഷൻ മാറി. പിന്നെ ഞങ്ങൾ തിരിച്ച് വീണ്ടും മെട്രോയിൽ കയറേണ്ടി വന്നു, വീണ്ടും തിരിച്ച് വരേണ്ടി വന്നു. അങ്ങനെ കുറച്ച് ഞങ്ങളൊന്ന് അലഞ്ഞു ആ ഫസ്റ്റ് ഡേ. അപ്പോൾ ഫസ്റ്റ് ഡേ ഞങ്ങൾ വിചാരിച്ചു മെട്രോയും മേഘ്ന ബിരിയാണി ഇത് 2 ഡേ നടക്കത്തുള്ളൂ എന്ന് വിചാരിച്ചു. കാരണം കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ആയപ്പോൾ തന്നെ അത്യാവശ്യം ലേറ്റായി. അത് കഴിഞ്ഞ് ഞങ്ങൾ ചിക്പേട്ടിൽ വന്നു. ചിക്പേട്ടിൽ ഒരുപാട് ഷോപ്പിംഗ് സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കേട്ടിട്ടാണ് കേട്ടോ വന്നത്. ആളും ഇവിടെ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. ബട്ട് ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ക്രൗഡാണ്. അതുപോലെ തന്നെ ഭയങ്കര ചെറിയ റോഡാണ്. അപ്പോൾ നമുക്ക് നടക്കാൻ കൂടെ പറ്റുന്നില്ല. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഒന്നത് ട്രാവലൊക്കെ ചെയ്ത് വല്ലാണ്ടായതല്ലേ. അപ്പോൾ പിന്നെ ആ ഒരു കൺജസ്റ്റഡ് ഏരിയയിൽ കൂടെ നടക്കാനും ബുദ്ധിമുട്ടായി. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീണ്ടും മെട്രോ കയറിയിട്ട് ഞങ്ങൾ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. കഴിഞ്ഞ വർഷം ഞങ്ങൾ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലാണ് പോയത്. അവിടെ ഞങ്ങൾക്ക് അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. കുറച്ച് നടക്കാനുണ്ട്, ക്രൗഡഡാണ്, ബട്ട് സ്റ്റിൽ അവിടെ കുറച്ചുകൂടെ സ്പേസ് ഉണ്ടെന്ന് എനിക്ക് തോന്നി. അതുപോലെ തന്നെ ഈ ചിക്പേട്ടിലെ പോലെ ഭയങ്കര വണ്ടികളൊന്നും അങ്ങനെ ഇരച്ച് വരുന്നില്ല. കുറച്ചുകൂടെ ഒരു നമുക്കൊന്ന് പീസായിട്ടും കാമായിട്ട് നടക്കാം. കോൺഷ്യസ് ആയിരിക്കണം, ബട്ട് കുറച്ചുകൂടെ നന്നായിട്ട് നടക്കാൻ പറ്റും. അതുപോലെ ഷോപ്പ് ചെയ്യാനായിട്ട് കുറച്ചുകൂടെ സ്ഥലങ്ങളുണ്ടെന്നൊക്കെ എനിക്ക് തോന്നി. അങ്ങനെ ഞങ്ങൾ വന്നു. കുറേ കാര്യങ്ങൾ പർച്ചേസ് നോക്കാം എന്നൊക്കെ വിചാരിച്ചു. പിന്നെ ഞങ്ങൾ കഴിഞ്ഞ വർഷം പോയപ്പോഴും ഒരു യുണീക്കായിട്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡ്രസ്സ് വാങ്ങിച്ച് ഇടാം അങ്ങനൊരു തോട്ടുണ്ടായിരുന്നു. സോ ഈ പ്രാവശ്യം ഞങ്ങൾ അങ്ങനെ ഒരു തോട്ടിലാണ്. എന്തെങ്കിലും ഒരു യുണീക്കായിട്ടുള്ള ഡ്രസ്സ് ഞങ്ങൾ 4 പേരും കൂടെ മേടിച്ച് ഇടാം. അതാണ് ഞങ്ങളുടെ ബാംഗ്ലൂർ ട്രിപ്പിൻ്റെ ഒരു മെയിൻ അജണ്ട എന്ന് പറയുന്നത്. സോ അങ്ങനെ കമ്മൽ, ഷൂസ് എല്ലാം, പിന്നെ ഡ്രസ്സസ്, അതിനെല്ലാം ഞങ്ങളിങ്ങനെ പരത്തി നടക്കുമായിരുന്നു. ഈ പറയുന്ന പോലെ തന്നെ ക്രൗഡ് ഉണ്ട്, ബട്ട് സ്റ്റിൽ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കുറേ അടുത്ത് കയറി നോക്കാൻ പറ്റും. മറ്റേടത്താണെങ്കിൽ ഈ ഷോപ്പിനകത്ത് സ്പേസ് ഇല്ല. നമുക്ക് വേറൊരാളും കൂടെ കയറി ഒരു 3 പേരൊക്കെ കയറുമ്പോഴത്തേക്ക് പിന്നെ അവിടെ നിന്ന് ഇറങ്ങാൻ തന്നെ നല്ല ബുദ്ധിമുട്ടാണ്. പക്ഷേ ഈ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ വരികയാണെങ്കിൽ അവിടെ കുറച്ചുകൂടെ ഈ ഷോപ്പിനൊക്കെ കുറച്ചുകൂടെ സ്പേസ് ഉണ്ട് എന്നാണ് കേട്ടോ എനിക്ക് തോന്നിയത്. പിന്നെ ഇവിടെ കയറിക്കഴിഞ്ഞാൽ സമയം പോകുന്ന അറിയില്ല. നമ്മൾ എപ്പോഴാണ് തിരിച്ചിറങ്ങുക എന്നുള്ളത് മനസ്സിലാവത്തേയില്ല. അത്രയ്ക്ക് ഇങ്ങനെ സമയം പൊയ്ക്കൊണ്ടേയിരിക്കും. അങ്ങനെ ഞങ്ങൾ കുറച്ച് ചെരുപ്പ് കാര്യങ്ങൾ, പിന്നെ കുറേ അടുത്ത് ഞങ്ങൾ ഈ ഡ്രസ്സ് നോക്കിയിട്ടോ, എവിടെയെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള എന്തെങ്കിലും കാണാമെന്ന് പറഞ്ഞാൽ ഒരുപാടടുത്ത് നോക്കി, ബട്ട് എങ്ങും കിട്ടിയില്ല. അന്ന് ഞങ്ങൾക്ക് ഇടാനുള്ളതായിരുന്നു, പക്ഷെ ഞങ്ങൾക്ക് അപ്പം കിട്ടിയില്ല. അത് കഴിഞ്ഞ് നല്ല വിശന്നു. സോ ഞങ്ങൾ മാക്ഡിയിൽ കയറിയിട്ട് എന്തെങ്കിലും ഫുഡ് കഴിച്ചാലോ എന്ന് വിചാരിച്ചു. രാവിലത്തെ മേഘ്ന ബിരിയാണിയൊക്കെ ഓൾമോസ്റ്റ് ഇത്രയും നടന്നപ്പോഴേക്കും കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ കയറി ബർഗർ മേടിച്ചു. പിന്നെ കഴിക്കാനായിട്ട് ഡ്രിങ്ക്സ് എന്തെങ്കിലും മേടിച്ചു. ഓരോരുത്തർക്കും ഇഷ്ടമുള്ള ഫുഡ് മേടിച്ചു. പിന്നെ അവിടെയും കുറച്ചുകൂടെ ആളൊക്കെ കുറവ്. കഴിഞ്ഞ വർഷവും ഞങ്ങൾ വന്നിട്ട് ഈ സെയിം മഗ്ഡിയിൽ തന്നെയായിരുന്നു ഫുഡ് കഴിച്ചത്. അന്ന് ഞങ്ങൾ ലഞ്ചാണ് കഴിച്ചത്. ഇപ്പോൾ ഞങ്ങൾ ലേറ്റായി. അതിനുശേഷം ഞങ്ങൾ വീണ്ടും അവിടെ നിന്നൊരു ഊബർ എടുത്ത് തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ഈ പോകുന്ന വഴിക്കാണെങ്കിൽ
ഹോണടിച്ച് നമ്മളെ ചെവി ഇങ്ങനെ പിരിക്കും കേട്ടോ. എനിക്കാണെങ്കിൽ ഫ്രണ്ട് സീറ്റ് ഇരുന്നിട്ട് ആകെ പേടി. മീൻസ് എനിക്ക് ആദ്യമേ ഞാൻ പറഞ്ഞു ഞാൻ ഫ്രണ്ട് സീറ്റ് ഇരുന്നോളാം എവിടെ പോയാലും. ബട്ട് പിന്നീട് എനിക്ക് പേടിയാണ്. കാരണം അയ്യോ അടുത്തുള്ള വണ്ടിയെ തട്ടിയില്ല എന്നുള്ള രീതിയിലാണ് ഇവർ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പിന്നെ ഞങ്ങൾ പോയിട്ട് റൂമിലേക്ക് പോവുകയാണ്. ആ വഴിക്കാണ് ഞങ്ങളിങ്ങനെ ബാംഗ്ലൂർ പാലസ് കണ്ടത്. അപ്പോൾ അതിൻ്റെ ഒരു ഫോട്ടോ എടുത്തതാണ്. ആക്ച്വലി ഞങ്ങൾ പിറ്റേ ദിവസം ബാംഗ്ലൂർ പാലസിൽ പോകണമെന്ന് വിചാരിച്ചതാണ്. ബട്ട് അന്ന് ഓഫായിട്ടുണ്ട്. ഞങ്ങൾക്ക് അന്ന് ബാംഗ്ലൂർ പാലസ് കാണാനായിട്ട് പറ്റിയില്ല. അങ്ങനെ പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് റൂമിലോട്ട് വന്നപ്പോഴേക്കും അത്യാവശ്യം നല്ല ടയേർഡായി കേട്ടോ. നന്നായിട്ട് ടയേർഡായും. ഈ ചിപ്പയിൽ ഇങ്ങനെ നടന്നതാണ് ഏറ്റവും കൂടുതൽ ഞങ്ങളെ വലച്ചത്. അങ്ങനെ അത്യാവശ്യം നല്ല ചെറിയ തലവേദനയൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ രണ്ടുപേർക്കും. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഒരു ചായയും ആളൊരു കോഫിയും ഓർഡർ ചെയ്തിട്ട് അത് ജസ്റ്റ് കുടിച്ച് പിന്നെ അന്നത്തെ ദിവസം അങ്ങ് കഴിഞ്ഞു. പിന്നെ പിറ്റേ ദിവസത്തെ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിറ്റേന്ന് എവിടെ പോകണം എന്നുള്ള പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം. അപ്പോൾ അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.